ഹായ് സർ, ഗുഡ് ഈവനിങ്. ഓക്കെ സർ, ഞാൻ MDPൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഓക്കെ, എനിക്ക് രാജീവ് സാറിനെ പറ്റിയിട്ട് സാറിന് അറിയാലോ. രാജീവ് സാറാണ് അറിയാം. സാറിൻ്റെ നമ്പർ തന്നത്. അപ്പം നമ്മുടെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് രാജീവ് സാറ്. അപ്പം സാറിൻ്റെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് സാറിനെ ഞങ്ങൾ വിളിച്ചത്. ഓക്കെ ഓക്കെ. ഓക്കെ, സാറിന് എത്ര നാളത്തെ പരിചയമുണ്ട് രാജീവ് സാറുമായിട്ട്? ഞാൻ 2 വർഷത്തിലധികമായിട്ടുള്ള പരിചയമുണ്ട്. ആണല്ലേ. അപ്പൊ സാറിന് വീട്ടിൽ ചെയ്ത വർക്ക്, അത് വീട്ടിലായാലോ സ്ഥാപനത്തിലായാലും ചെയ്ത വർക്ക് സാർ പറഞ്ഞ രീതിയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലാണോ ചെയ്തത്? പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ ചെയ്തു തന്നായിരുന്നോ? തീർച്ചയായിട്ടും. എന്തായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിനെ ശരിക്കും അതേപോലെ തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് ഇതിന്റെ ഭാഗം വരെയുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിൻസിയർ ആണ്. ബേസിക്കലി ആയിട്ടുള്ള ഒരു നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു കാർപ്പൻ്ററാണ്. എല്ലാ രീതിയിലും നമ്മൾ എന്താണോ മനസ്സിൽ കാണുന്നത് അത് വിഷ്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നടത്തി തരാൻ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാവുന്ന ഒരു ആളുടെ പെരുമാറ്റവും ബിഹേവിയർ ഒക്കെ സാറ്റിസ്ഫൈഡ് ആണോ? തീർച്ചയായിട്ടും. ആളുടെ കൂടെ ഉണ്ടായിരുന്ന കോവർക്കേഴ്സ് എല്ലാം തന്നെ നമുക്ക് പിന്നെ വീട്ടിലുള്ള മെമ്പേഴ്സിനോടും എല്ലാവരോടുള്ള പെരുമാറ്റവും അതുപോലെ നമ്മളോടുള്ള ഇടപെടലും എല്ലാം കറക്റ്റ് ആയിരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു തന്നു. അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വർക്കുകളെല്ലാം ചെയ്തു തന്നിരുന്നത്. ഓരോ വർക്കിലും നമുക്ക് ആ ഒരു ആളുടെ ടാലന്റ് വ്യക്തമായിട്ട് എടുത്തു കാണാൻ കഴിയുന്ന രീതിയിലുള്ള വർക്കായിരുന്നു ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫ്യൂച്ചറിൽ സാറിന് ഒരു വർക്ക് വന്നാലും അല്ലെങ്കിൽ സാറിന് ആർക്കെങ്കിലും ഒരു റെക്കമെൻഡേഷൻ ചെയ്യണമെന്ന് വന്നാലും ഒക്കെ സാറ് രാജു സാറിനെ റെഫർ ചെയ്യുമായിരിക്കും അല്ലേ? തീർച്ചയായും തീർച്ചയായും 100% റെഫർ ചെയ്യും. ഓക്കെ ഓക്കെ. സാറിന്റെ വാല്യുബിൾ ടൈം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി താങ്ക്ഫുൾ ആണ് ഞങ്ങൾ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ.